ഇന്നത്തെ മാംഗല്യം സീരിയലിലെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നന്ദനെ സോപ്പിടാൻ വേണ്ടി നന്ദേട്ടാ നന്ദേട്ടാ എന്ന് വിളിക്കുന്ന നമ്മുടെ അവന്തിക്ക് എന്താ മോളെ എന്താ മോളെ എന്താ മോളെ എന്ന് ചോദിച്ച് നന്ദന് അവന്തിക്ക് ഇട്ട് നല്ലൊരു കാച്ച് കൊടുക്കുന്ന രസകരമായ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്. പിന്നെ പോരാത്തതിന് നമ്മൾ ഇന്ന് വരെ കാത്തിരുന്ന ഒരു കാര്യം, സച്ചിയോട് അർച്ചന എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്നതും അത് സച്ചിയുടെ റെസ്പോൺസ് എന്തായിരിക്കും നമ്മൾ എല്ലാവരും കാത്തിരുന്നെങ്കിൽ, ഇന്ന് സച്ചി അർച്ചനയെ പോലെ നെട്ടിപ്പിച്ചുകൊണ്ടാണ് സച്ചിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അർച്ചനയോട് തുറന്ന് പറയാൻ നിൽക്കുന്നത്. അപ്പം നമുക്കിന്ന് ഡീറ്റെയിൽ റിവ്യൂ തന്നെ കാണാം. ചതിയും വഞ്ചനയുടെ ഒരു കൂട്ടിക്കലത്തിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഈ എപ്പിസോഡിൽ കുറിക്കുന്നത്. പക്ഷേ എന്നാൽ അവന്തിക്ക് കുറിക്കുന്ന മറുപണിക്ക് അവന്തിക്ക് അറിയാത്ത വലിയ മൂർച്ചയേറിയ ഒരു വാൾ അവന്തിക്ക് നേരെ അവന്തിക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നാണ് വന്ന് വീഴാൻ പോകുന്നതെന്നുള്ളതും ഇനി നമുക്ക് കണ്ടറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. അപ്പോൾ ഇന്ന് സീരിയൽ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കാണിക്കുന്നത് നമ്മുടെ അച്ചു ആലോചിച്ച് നിൽക്കുവായെന്നല്ലോ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിക്കകത്തൊക്കെ. അപ്പം ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അച്ചു താഴേക്ക് ഇറങ്ങി വരുന്നതും ഈ അവന്തികയുടെ ഫോൺ വിളി കേൾക്കുന്നത്. അവന്തികയുടെ റൂമിനകത്ത് അജയ അനിയ നിനക്ക് നാളെ വന്ന് അനഘയെ വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചതൊക്കെ നമ്മുടെ അച്ചു പുറത്തുനിന്ന് കേൾക്കുമ്പോഴത്തേക്ക് അച്ചു അവിടെ നെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. കാരണം നാളെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ച കാര്യം കേട്ടിട്ട്. അപ്പം ഇത് അജയൻ എന്ന പേരും കൂടെ ആകുമ്പോഴത്തേക്കും അച്ചുവിന് അജയൻ്റെ പേര് തീരെ പരിചയമില്ലായ്മയൊന്നും അല്ലല്ലോ. കാരണം പണ്ട് ഇതേ അജയനെ കൊണ്ട് തന്നെ അതിൽ ആദര വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി നടന്നത്. അപ്പം അച്ചുവിനത് ഏകദേശം കത്തിക്കഴിഞ്ഞു. അപ്പം നിൻ്റെ അടുത്ത് എനിക്ക് ഒറ്റൊരു കാര്യമുള്ള അജയ പറയുള്ളത്, നാളെ നിനക്ക് അനഘയെ വിവാഹം കഴിക്കണമെങ്കിൽ എനിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും നീ ഒന്നും വിടാതെ എല്ലാ തെളിവുകളും ഡോക്യുമെൻറ്റ്സും എൻ്റെ കയ്യിൽ നാളെ ഏൽപ്പിച്ചാൽ തരുന്ന നിമിഷത്തിൻ്റെ പിറ്റേ നിമിഷം നിനക്ക് അനഘയെ വിവാഹം കഴിക്കാം. എന്താ അനിയ അതിന് സമ്മതമാണോ എന്ന് ചോദിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ അച്ചു അവിടെ തന്നെ മാറാൻ നിന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അജയൻ പറയുന്നുണ്ട്. അത് നമ്മുടെ അച്ഛന് കേൾക്കാൻ പറ്റില്ല. അജയൻ ഫോണിൽ കൂടെ പറയുന്നുണ്ട്, അന്നും ആലോചിക്കുന്നുണ്ട് ഇതൊക്കെ കൊടുത്താൽ ശരിയാണെന്ന് ആലോചിക്കുന്നത്. എന്താ അജയ നിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനക്കവും ഇല്ല, നിനക്ക് തരാൻ സമ്മതമല്ലേ? അതൊക്കെ ഞാൻ തരാം. പിന്നെ എന്നെ ചതിക്കാൻ നിൽക്കില്ല, നിന്നെ ഞാൻ ചതിക്കൂടാ. കാരണം നിനക്ക് വിവാഹം കഴിച്ചിരുന്ന എൻ്റെ അനിയത്തിയല്ലേ. അനക്ക നിൻ്റെ ഭാര്യ ആയിരിക്കുന്നവരെ എനിക്ക് നിന്നെ ചതിക്കാൻ പറ്റില്ല. കാരണം അവളുടെ ജീവിത സുരക്ഷയും എനിക്കും പ്രാധാന്യമാണല്ലോ. അതുകൊണ്ട് നിനക്കിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പാരയ്ക്കൊന്നും നിൽക്കത്തില്ല. പക്ഷെ നീ എനിക്കിട്ടൊരു പാര പണിയാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് പിന്നെ ഇതിനേക്കാളും വലിയ ഡിമാൻഡ്സൊക്കെ വന്നു പോയാലോ, അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി എൻ്റെക്കെതിരെയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നീ തന്നിരിക്കണമെന്ന് നീ കാല് മാറ്റി ചവിട്ടാൻ പാടില്ലോ. അതുകൊണ്ട് വേടിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ചേച്ചി പറഞ്ഞാൽ ഈ നിമിഷം വേണമെങ്കിൽ ഞാൻ അനഘ വിവാഹം കഴിക്കാൻ തയ്യാറാണ്, ഞാൻ എല്ലാ ഡോക്യുമെൻറ്റ്സും തരാം എന്ന് അവൻ പറയുന്നത്. എന്നിട്ട് അവൻ മനസ്സിൽ ആലോചിക്കുകയാണ്, അനഘ എൻ്റെ കൈ ഭാര്യയായി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവന്തികേനെ വേണ്ട കാര്യങ്ങൾ അവന്തികയുടെ കയ്യിൽ നിന്ന് അനഘയെ വെച്ച് ചോദിക്കാം. പിന്നെ എന്തിനാ ഈ ഡോക്യുമെൻസിൻ്റെ ആവശ്യം? അപ്പോൾ അതങ്ങ് കൊടുത്ത് കളയാമെന്ന് ഈ പറയുന്ന അജയ് ഘോഷ് മനസ്സിൽ തീരുമാനിക്കുമ്പോൾ അവന്തികയുടെ ഫോൺ കട്ട് ചെയ്തിട്ട് അവന്തിക ചിന്തിക്കുന്നത്, എനിക്ക് ആരും ചതിക്കാൻ ഒരു മടിയില്ല. കാരണം അവന്തിക്ക് പ്രധാനം അവന്തിക ഐ ലവ് മൈസെൽഫ്, എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും. അതിനി അനിയത്തി ആയാലും കൂടപ്പറപ്പായാലും ഏതായാലും എനിക്ക് എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, എൻ്റെ സന്തോഷമാണ് എനിക്ക് പ്രാധാന്യം എന്ന് അവന്തിക പറയുന്ന കേൾക്കുന്നുണ്ട്. അപ്പം ഇത് അവന്തിക പറയുന്ന കേൾക്കുന്നവരെ നമ്മുടെ അച്ചു അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ഇവരെന്നാലും ഇങ്ങനെ ഒരു കാര്യമാണ് ചെയ്യാമെന്ന് കേട്ട് അച്ചുവിൻ്റെ മനസ്സെന്താണ് പിടച്ചിരിക്കുകയാണ്. കാരണം അച്ചു ചിന്തിക്കുകയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കളിയും ഞാൻ ഇവിടെ നടത്തത്തില്ല അവന്തിക. കാരണം അവന്തിക്ക് എന്തൊക്കെ പ്ലാൻ ഉണ്ടോ ആ പ്ലാനൊക്കെ ഇവിടെ അച്ചു പൊളിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ. അതുപോലെ ഇപ്പോഴത്തേക്ക് അനഘ എൻ്റെ അഭയത്തിലേക്ക് എൻ്റെ അഭയം തേടി എൻ്റെ കയ്യിൽ നിൽക്കുവാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ചതിക്കുഴിയിൽ വീഴാൻ സമ്മതിക്കത്തില്ല. അവളെ ഞാൻ ഏത് വിധത്തിലും ഞാൻ രക്ഷപ്പെടുത്തില്ല. നിങ്ങളുടെ പദ്ധതികളൊന്നും ഞാൻ ഇവിടെ നടപ്പിലാക്കത്തില്ല എന്ന് അച്ചു ദൃഢനിശ്ചയത്തിൽ അവിടെ ഉറപ്പെടുത്തി അവിടെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. പിന്നെ കാണിക്കുന്നത് സച്ചിയുടെ അർച്ചനയുടെയും ബെഡ്റൂമിലാണ്. അപ്പോൾ ആ അർച്ചന ആ ബെഡ്റൂമിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ സച്ചി ഒന്ന് ചോദിക്കുവാണ്, എടോ താൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ? ഇത് എത്ര നേരമായെന്ന് വെച്ചിട്ട് താൻ ഇതുവരെ ഒന്നും കഴിക്കുന്നില്ലേ? എനിക്ക് വിശപ്പില്ല സച്ചി ഏട്ടാ, ഓരോന്നും ആലോചിച്ചൊരു മനസ്സമാധാനമില്ല, പല കാര്യത്തിൻ്റെ മനസ്സമാധാനം കേട്ടോ. താൻ പറയടോ എന്ത് മനസ്സമാധാനം കേട്ടാന്നേ നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കാന്നേ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിയേട്ടാ ഞാനിത് സച്ചിയേട്ടൻ്റെ എന്നും പറയണമെന്ന് വിചാരിച്ചിരിക്കുമോ. പക്ഷേ സച്ചിയേട്ടനോട് ഇതൊക്കെ പറഞ്ഞാൽ സച്ചിയേട്ടൻ അതൊക്കെ സത്യമായിട്ട് എടുക്കുമോ? സച്ചിയേട്ടൻ ഞാൻ പറയുന്ന കാര്യഗൗരവത്തിൽ അത് എടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. സച്ചിയേട്ടന് ചിലപ്പോൾ അതിൽ വിശ്വാസം വന്നില്ലെങ്കിലോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ സച്ചിയേട്ടന് പറയാം, താൻ പറയടോ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിയേട്ടൻ പക്ഷേ ചിലപ്പോൾ ഇത് സച്ചിയേട്ടന് ഒറ്റ കേൾവിക്ക് ഇതൊന്നും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയെന്നിരിക്കുന്നില്ലെന്ന് പറയുമ്പോൾ തനിക്ക് പറയാനുള്ളത് അവധികേട്ടത്തെക്കുറിച്ചല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അർച്ചന ഞെട്ടിയിരിക്കുമോ. അവധികേട്ടത്തെക്കുറിച്ചല്ലേ എങ്ങനെയാണ് സച്ചിയേട്ടൻ ഈ ചോദിക്കുന്നതെന്ന് വെച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്കും താൻ പറയടോ എന്ത് തന്നെ ആണെങ്കിലും തൻ്റെ മനസ്സമാധാനക്കേട് ഇനി എന്ത് കാരണമാണെങ്കിലും അത് നമ്മൾ പരിഹരിച്ചിരിക്കും, ഞാൻ തരുന്ന വാക്കാ, താൻ പറയടോ ധൈര്യമായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും അർച്ചന സന്ദീപ് വന്ന് അർച്ചൻ്റെ അടുത്ത് പറഞ്ഞില്ല, അതായത്
അനഘയ്ക്ക് ഇങ്ങനെ കല്യാണം ഉറപ്പിച്ചു, ഏട്ടത്തി ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളും, അതുപോലെ തന്നെ അനഘ പറഞ്ഞില്ലേ ഒരു ക്രിമിനലിനെ കൊണ്ടാണ് വിവാഹം കഴിക്കുന്നത്, അതൊരു കൊടും ക്രിമിനലിനെ കൊണ്ട് എന്ന് പറഞ്ഞ ഡയലോഗ്സും ഇതെല്ലാമായിട്ട് അന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളും അവധിയെടുത്തി ഉറപ്പിച്ച് കല്യാണം നടത്താനായിട്ട് വെച്ചിരിക്കുകയാണ് സച്ചിയേട്ട അനഘയുടെ. അതും ഒരു ക്രിമിനലിൻ്റെ കൂടെയാണ്. അതും ആ കല്യാണം എപ്പം നടക്കും, എപ്പോഴാണ് നടക്കുന്നതെന്നുള്ള എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു അറിവില്ല. പക്ഷേ എന്തായാലും അവർ ഉടനെ നടത്തുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അവരിങ്ങനെ ഇത്രയും ഒരു ദുഷ്ടനെ അനഘയ്ക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ അവർക്ക് എന്തോ ലക്ഷ്യമുണ്ട്. അത് എന്തൊക്കെയാണെന്നൊന്നും നമുക്കറിയത്തില്ല സച്ചേട്ടാ. അപ്പോൾ അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തു ഈ കല്യാണം നടക്കാതിരിക്കാൻ അവളെ രക്ഷിക്കാം സഹായിക്കാമെന്ന്. അവൾ എന്തൊക്കെ ദുഷ്ടതരം കാണിച്ചിട്ടുണ്ടെങ്കിലും അവൾ എന്തെങ്കിലും പറഞ്ഞാലും അവൾ പാവമല്ലേ. എൻ്റെ അടുത്ത് സഹായം വേണമെന്ന് അവൾ കരഞ്ഞ് ആവശ്യപ്പെടുമ്പോൾ ഞാൻ എങ്ങനെ സച്ചേട്ടാ വേണ്ട എന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നും പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു. അപ്പോൾ അവൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കണം. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഞാൻ തനക്ക് വാക്ക് തരുന്നു, അതായത് ഒരിക്കലും അനഘ ഇഷ്ടമല്ലാത്തൊരു കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല, അത് ഞാൻ അതിനു വേണ്ടി തൻ്റെ കൂടെ ഞാൻ കാണുമെന്ന് ഈ സച്ചിദാനന്ദ തനിക്ക് വാക്ക് തരുന്നു. പോരെ അച്ഛൻ്റെ പ്രശ്നം തീർന്നില്ലെന്ന് പറയുമ്പോഴത്തേക്കും അച്ഛന് സന്തോഷമാകുന്നുണ്ട്. കാരണം വിജയിച്ചല്ലോ എന്നുള്ളൊരു മട്ടിനകത്ത് അച്ഛന് സന്തോഷമാകുമ്പോൾ സച്ചി മനസ്സിലാക്കുന്നു ഇങ്ങനെയൊക്കെ ഇത്രയും ഒരു ക്രിമിനലിനെ കൊണ്ട് ഏട്ടത്തി അങ്ങനെ വിവാഹം കഴിപ്പിക്കണമെങ്കിൽ ഏട്ടത്തി ചിലപ്പം അവധി ഏട്ടത്തി സച്ചിയേട്ട ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരാളൊന്നുമല്ല യഥാർത്ഥത്തിൽ. നമ്മൾ കാണുന്ന ഒരു മുഖമല്ലാതെ ഏട്ടത്തിക്ക് എന്തൊക്കെയോ വേറെ മനസ്സിൽ താല്പര്യമുണ്ട്. കാരണം സച്ചിയേട്ട ഞാനൊരു കാര്യം പറയാം, ഇപ്പം തന്നെ എനിക്കൊരു സംശയമുള്ള കാര്യം, ഇത് സത്യമാവണമെന്നൊന്നും ഇല്ല, ചിലപ്പോൾ ഇത് സത്യമല്ലാതിരിക്കും, പക്ഷേ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇവർ വിവാഹം കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അനഘയെ കൊണ്ട് അജയ് ഘോഷിനാണ്, അതായത് നമ്മളെയും അവന്തികേട്ടത്തിനെയും എന്തിന് അനഘയുൾപ്പെടെ വിഷം തന്ന് കൊല്ലാൻ ശ്രമിച്ച അജയ് ഘോഷിനെ കൊണ്ട് ഈ ഒരു വിവാഹം നടത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഏട്ടത്തിക്ക് എന്തോ ലക്ഷ്യമുണ്ടെന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആ ലക്ഷ്യം എന്താണെന്നോ എന്ത് നേടാനാണെന്നോ എന്തിനാണ് അങ്ങനത്തെ ഒരു തീരുമാനം ഏട്ടത്തി എടുത്തതെന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം ഈ കുടുംബത്തിൽ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയെ വിവാഹം കഴിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളോടൊന്നും പറയാത്ത രഹസ്യമായി നടത്തുന്നതും അതും എന്തിന് അനഘയ്ക്ക് പോലും താല്പര്യമില്ലാത്തൊരു വിവാഹത്തിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ പിറകിൽ എന്തുണ്ട്. അതായത് ഏട്ടത്തിക്ക് നമ്മൾ മനസ്സിലാക്കിയതല്ലാതെ അവന്തിക്ക് എടുത്തി മറ്റൊരു മുഖമുണ്ടെന്ന് നമ്മുടെ അച്ചു പറയുമ്പം നമ്മുടെ സച്ചി മനസ്സിൽ ആലോചിക്കുന്നത് സന്ധ്യ എന്ന് പറഞ്ഞത് തൻ്റെ കല്യാണം നടക്കുന്നതിന് മുന്നേ തന്നെ അർച്ചന ഒരിക്കലും ഗർഭിണിയാവത്തില്ല എന്നുള്ള കാര്യം മറ്റൊരാൾക്കും കൂടെ അറിയാമായിരുന്നു. അത് നമ്മുടെ തൻ്റെ ഏട്ടത്തിയായ അവന്തിക്ക് ഏട്ടത്തിക്ക് അറിയാമെന്ന് പറഞ്ഞ കാര്യവും, അതുപോലെ തന്നെ അന്ന് എന്താണ് അച്ചുവിൻ്റെ വീട്ടിൽ ഇതൊക്കെ ചോദിക്കാൻ വേണ്ടി മാഷിൻ്റെയും കമലെടുത്ത് പോയപ്പോഴത്തേക്കും മാഷ് ഒന്നും മിണ്ടിയില്ലെങ്കിലും കമലെടുത്ത് എന്താണ് ഇതൊക്കെ മോൻ ഇത്രയൊക്കെ പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇതെല്ലാം മറ്റൊരാൾക്കും കൂടെ അറിയാമായിരുന്നു എന്ന് പൂർത്തിയാക്കുന്നതിന് വേണ്ടി മാഷ് തടഞ്ഞത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടും അവന്തിയെടുത്ത് ചോദിച്ചപ്പോൾ അവന്തിയെടുത്ത് പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ ആലോചിച്ചിട്ട് സച്ചി മനസ്സിൽ നിൽക്കുക എന്നെ വിവാഹം കഴിപ്പിച്ചപ്പോൾ ഒരിക്കലും ഗർഭിണിയാവത്തില്ല അച്ചു എന്ന് അറിഞ്ഞിട്ടും എന്നെ അച്ചുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു ഏട്ടത്തി. ഇപ്പോൾ ഇതാ ക്രിമിനലാണെന്നും കൊടും ക്രിമിനലാണെന്നും ജയിലിൽ റിമാൻഡിൽ കഴിയുന്നവനാണ്, ഈ കുടുംബത്തിനെ കൊന്നതിൻ്റെ റിമാൻഡിൽ കഴിയുന്നവനാണെന്ന് അറിഞ്ഞിട്ടും അനക്കെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ ഏട്ടത്തിക്ക് ഞാൻ ഉദ്ദേശിച്ച മുഖത്തിനേക്കാളും അപ്പുറത്തോട്ടേക്ക് ഒരു മുഖമുണ്ട്. ഏട്ടത്തി എന്തൊക്കെയൊക്കെയോ ഒളിക്കുന്നുണ്ട്, ഏട്ടത്തിക്ക് ഇതിൻ്റെ പിറകിൽ എന്തൊക്കെയോ ദുരുദ്ദേശങ്ങളുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് എനിക്കും ഏട്ടത്തെക്കുറിച്ച് പല സംശയങ്ങളുണ്ട്. എന്തായാലും എൻ്റെ സംശയങ്ങളൊക്കെ ശരിയായി വരുവാന്നുണ്ടെങ്കിൽ ഇപ്പം ഈ കുടുംബത്തിൽ ആരോടും നമുക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ കുറച്ച് നീക്കുപോക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം സത്യമായി വരുമ്പോഴത്തേക്കും ഈ കുടുംബത്തിൽ എല്ലാവരെയും ഞാൻ വിളിച്ച് അറിയിപ്പിക്കും അങ്ങനത്തെ മറ്റൊരു മുഖം ഉണ്ടെങ്കിൽ. അങ്ങനെ ഡബിൾ ഗെയിം കളിക്കേണ്ട ആവശ്യം ഏട്ടത്തേക്ക് ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ അവന്തികേട്ടത്തി ഇവിടെ ഡബിൾ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ആ ഡബിൾ ഗെയിം ഇവിടെ സച്ചിദാനന്ദൻ പൊട്ടിച്ചിരിക്കുമെന്ന് അച്ചുവിന് വാക്ക് കൊടുക്കുമ്പോൾ അച്ചുക്ക് ശരിക്കും അങ്ങ് ഞെട്ടിപ്പോവാണ്. കാരണം ഇത്രയും നാൾ താൻ സച്ചിയുടെ ഇത് പറയാതിരുന്നല്ലോ എന്നൊരു സങ്കടമുള്ളൂ. കാരണം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ സച്ചിയുടെ മനസ്സിലും ഇങ്ങനത്തെ ഒരു കാര്യം ഏട്ടത്തെക്കുറിച്ച് ഉണ്ടായെന്ന് അച്ചു ഇതുവരെ അറിഞ്ഞില്ല. അതാണ് നമ്മൾ പറയുന്നത്, ചിലപ്പം പരസ്പരം ഒന്ന് സംസാരിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മറ്റൊരാളുടെ മനസ്സിലുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പം അവർ രണ്ടുപേരും കൂടെ എന്താണ് ഒരു ടീമായി തീരുമാനം എടുത്തു കഴിഞ്ഞു. കാരണം റിമാൻഡിൽ കഴിയുന്ന ഈ കുടുംബത്തെ കൊല്ലാൻ നോക്കിയൊരു വിവാഹം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ഗൂഢലക്ഷ്യമുണ്ട്. പക്ഷേ സച്ചിയേട്ടാ ഇത് നമ്മൾ എങ്ങനെ ഇത് തകർക്കുമെന്നും നമുക്കറിയത്തില്ല. ഏട്ടത്തി എപ്പോഴാണ് നടത്താതിരിക്കുന്നതെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമുക്ക് അനഘ എങ്ങനെയാലും രക്ഷിക്കണം പ്രധാനം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രക്ഷിക്കണം, താൻ ടെൻഷൻ ആവണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചി അച്ചുവിന് വാക്ക് കൊടുക്കുവാണ്. അപ്പം അതാണ് അവിടെ ആദ്യം കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ സച്ചിയുടെ മനസ്സിൽ തന്നെ ആലോചിച്ചിരിക്കുകയാണ് ഏട്ടത്തിയുടെ മുഖംമൂടി എന്തായാലും വലിച്ചു കീറണം, ഏട്ടത്തിയുടെ പിറകിലുള്ള ദുരുദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മെല്ലെ തന്നെ ഏട്ടത്തിയുടെ പോലെ തന്നെ ചതി കൂടെ ആയാലും അറിയണമെന്ന് സച്ചി ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാത്രി ഗാർഡനിൽ ഇരിക്കുക നമ്മുടെ അനഘ വിഷമിച്ചിരിക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അവന്തിക വന്ന് അടുത്ത നമ്പറായിട്ട് വന്നിരിക്കുവാണേ. അവന്തിക വന്ന് നമ്മുടെ അനിയത്തിയെടുത്ത് പറയുവാണ് മോളെ എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യം സംസാരിക്കണം,
ചേച്ചിക്ക് സംസാരിക്കാൻ വന്ന കാര്യം അജയഘോഷമായിട്ടുള്ള കല്യാണമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. എനിക്ക് അജയഘോഷിനെ കുറിച്ചൊന്നും അല്ലാടി സംസാരിക്കുള്ളൂ. എനിക്ക് എൻ്റെ അനിയത്തിയെക്കുറിച്ച് സംസാരിക്കുള്ളൂ എന്ന് കേൾക്കുമ്പോഴത്തേക്കും അനഘ അങ്ങ് മയങ്ങിപ്പോയി. എന്നെക്കുറിച്ചോ? ചേച്ചിക്ക് എന്തോ എന്നെക്കുറിച്ച് സംസാരിക്കുള്ളത്? നീ ഒന്ന് മനസ്സിലാക്കുക. ചേച്ചിയുടെ ഒരു അവസ്ഥയായി പോയി. അജയഘോഷിനെ പോലത്തെ ഒരു ക്രിമിനലിനെ ഒന്ന് വിവാഹം കഴിപ്പിച്ച് നിനക്ക് വെക്കണമെന്നൊന്നും എൻ്റെ മനസ്സിനെ സത്യമായിട്ട് ചിന്തിച്ചിട്ടില്ല. അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ, അവൻ്റെ കയ്യിൽ നിന്ന് വീണ ഓരോ കാര്യങ്ങൾ നിൻ്റെ എൻ്റെ ജീവിതത്തിനെ ഒരുപോലെ അവതാളത്തിലാക്കുമെന്ന് കേട്ടിട്ട് ചേച്ചിക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അത് സമ്മതിക്കേണ്ട വന്നു. അന്നത്തെ ദേഷ്യം ഞാൻ എന്തൊക്കെയോ നിന്നോട് പറഞ്ഞു പോയി. നീ അതൊക്കെ ചേച്ചിയുടെ ഒരു ഭ്രാന്താണെന്ന് വിചാരിച്ച് നീ നീ എന്നോട് ക്ഷമിക്ക്. ഞാൻ നിനക്ക് വാക്ക് തന്നു, അജയഘോഷമായിട്ടുള്ള വിവാഹം ഞാൻ ഒരിക്കലും നടത്തത്തില്ലെന്ന്. എനിക്കിപ്പോഴാണ് ചേച്ചി സമാധാനം. എനിക്കറിയാമെന്ന് എൻ്റെ ചേച്ചിക്ക് എന്നോട് സ്നേഹമാണ്, എൻ്റെ ചേച്ചിക്ക് എന്നെ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ചേച്ചി അല്ലെങ്കിൽ എനിക്ക് വേറെ ആരാ ഉള്ളത് എന്ന് നമ്മുടെ എല്ലാ വിശ്വസിച്ച മണ്ടിയായ അനഘ ചേച്ചിയെടുത്ത് പറയുമ്പോഴത്തേക്ക് ഇവളുടെ മനസ്സിൽ വരിക, എനിക്കാണോട് ഈ ചതിക്കാൻ അറിയാത്തത്, ഞാൻ ഉദ്ദേശിക്കുന്ന നടത്താൻ ഞാൻ എന്ത് ചെയ്യുമെന്ന് നമ്മുടെ അവന്തിക മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവന്തിക പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ എനിക്ക് നിൻ്റെ സന്തോഷമല്ലാതെ മറ്റെന്താ ഈ ലോകത്ത് വലുതുള്ളത്? നീ മനസ്സിലാക്കണം, ചേച്ചി ഒത്തിരിയും ദുഃഖങ്ങളും ഒത്തിരി വിഷമങ്ങളും ഒത്തിരി പ്രശ്നങ്ങളും ഒരുമിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുപോലത്തെ ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് അറിയാതെ എന്തൊക്കെയോ ഒരു പൊട്ടത്തരം വീണ്ടും പോയെന്ന് പറഞ്ഞാൽ മോളാതങ്ങ് ക്ഷമിച്ചാൽ അതൊരു ദുസ്വപ്നമായിട്ട് മറക്ക്. മനസ്സിന് ഒട്ടും സ്വസ്ഥമില്ല. നാളെ നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ ഞാൻ എല്ലാം കൊണ്ടും ഒരു അമ്പലത്തിനകത്ത് പോയി കുറച്ച് നേരം അവിടെ ഒരു ധ്യാനം ഇരിക്കാന്നിരിക്കുവാണ്. നീയും കൂടെ വാ, അപ്പം നിനക്കും കുറച്ച് മനസ്സമാധാനം കിട്ടും. കാര്യം ചെയ്യും, നാളെ രാവിലെ റെഡിയായി നിന്നോ, ചേച്ചി നിന്നെയും കൊണ്ട് അമ്പലത്തിൽ പോകും. നമുക്ക് രണ്ടുപേർക്കും അത് നല്ലൊരു ചേഞ്ചും കൂടെ കിട്ടും. നമുക്ക് ഈ വിഷമങ്ങളൊക്കെ മാറ്റാം എന്ന് പറയുമ്പോഴത്തേക്ക് ശരി ചേച്ചി എന്ന് പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച്, എന്നാൽ ഇന്ന് വേണം എനിക്കിപ്പോൾ നിൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞെത്തപ്പോഴേ ഒരു സമാധാനം സന്തോഷമായത്. ഇന്ന് എനിക്ക് സ്വസ്ഥമായിട്ട് പോയിട്ടൊന്ന് കിടന്നുറങ്ങണമെന്ന് നമ്മുടെ അവന്തിക പറഞ്ഞ് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനായി പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും അച്ചുവും നമ്മുടെ മീരടുത്തി അടുക്കളയിലുണ്ട്. അങ്ങനെ എല്ലാവർക്കും കഴിക്കാനായിട്ട് അച്ചപ്പൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അച്ചപ്പം ഉണ്ടാക്കുന്നതിനിടയ്ക്കകത്ത് സൺറിച്ച് ഓയിലിൻ്റെ അടിപൊളി പരസ്യമൊക്കെ അവർ ഒരു രസകരമായ രീതിയിൽ കൊടുത്തു. പിന്നെ കാണിക്കുന്നത് അവന്തികയുടെയും നന്ദൻ്റെയും ബെഡ്റൂമാണ്. അപ്പം നന്ദൻ ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പുറത്ത് അവന്തികയല്ല, അവന്തിക എണീറ്റ് രാവിലെ തന്നെ ഒരുങ്ങി കാറിൻ്റെ കീ എടുത്ത് നന്ദൻ ഉണരുന്നതിന് മുന്നേ അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ പോകുമ്പോഴത്തേക്കും നന്ദൻ അവന്തിക ഉദ്ദേശിച്ച പോലെ ഉറങ്ങുമൊന്നുമല്ലായിരുന്നു. നന്ദൻ എണീറ്റിട്ട് ഇതെവിടെ രാവിലെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്നെയും പറ്റിച്ച് പുറത്തേക്ക് പോകുമെന്ന് വിചാരിച്ചോ? ഞാൻ നിന്നോട് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, പുറത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല. കാലപ്പഴക്കം ചെല്ലുമ്പോഴത്തേക്ക് ആ വാക്കിന് മാറ്റമൊന്നും വരത്തില്ല കേട്ടോ അവന്തികെ എന്ന് പറയുമ്പോഴത്തേക്ക്, അത് ഞാൻ ആരെയും പറ്റിച്ച് പോകാനും നോക്കിയില്ല. പിന്നെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നീ എന്തിനാണ് പോയത്? നിൻ്റെ സർക്കിട്ടും നിൻ്റെ യാത്രയൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. പിന്നെ അതൊന്നും ഞാൻ കണ്ടില്ല എന്നല്ല, പിന്നെ നിന്നെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നീ എൻ്റെ തലയിൽ കയറി നിരങ്ങാൻ വേണ്ടി നിൽക്കല്ലേ. ഇപ്പം എങ്ങോട്ടേക്കാണാവോ ഈ ഒളിച്ചും പാത്തുള്ള പോക്ക്? ഞാനൊന്ന് സ്വസ്ഥത മനസ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് അമ്പലത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോകണം. അമ്പലത്തിൽ പോകാനോ? നിനക്കോ? അതെന്ത് പറ്റി ഇപ്പം അമ്പലത്തിലേക്ക് പോകാൻ നിനക്ക്? അത് രാവിലെ ഇത്ര ധൃതിപ്പെട്ട് അമ്പലത്തിൽ പോകാൻ നിന്നെന്താ അമ്പലത്തിൽ ദൈവങ്ങൾ കാത്തിരിക്കുവാണോ എന്ന് നന്ദൻ ചോദിക്കുമ്പോഴത്തേക്കും, കളിയാക്കലും പരിഹാസം ഒന്നും കേൾക്കാൻ വേണ്ടി ഞാൻ ഇപ്പം നിൽക്കുന്നില്ല. ഞാൻ നല്ലൊരു കാത്തിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഉടക്ക് വർത്താനം പറഞ്ഞുകൊണ്ടൊന്നും പോകാൻ ഞാൻ നിൽക്കുന്നില്ല. എനിക്ക് അമ്പലത്തിൽ പോയി സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ പല വിഷമങ്ങളുണ്ട് എനിക്ക് പറയാമെന്ന് പറയുമ്പോഴത്തേക്കും നന്ദൻ പറയുന്നു, എന്നാലേ ഒരു കാര്യം ഇപ്പം കേട്ടോ, ഒറ്റ വാക്കി പറയുന്നത്, എൻ്റെ സമയം ഞാൻ കളയില്ല, ഒറ്റ വാക്കി പറഞ്ഞാൽ നീ ഇപ്പം പോവണ്ട എന്ന് പറയുമ്പോഴത്തേക്കും എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നേരെ നന്ദൻ പോയി അങ്ങ് ബെഡിലിരിക്കുവാണ്. ബെഡിലിരിക്കുമ്പോഴത്തേക്കും ഈ അവന്തിക നന്ദൻ്റെ പിറകെ വന്നിട്ട്, നന്ദേട്ടാ ഞാൻ പറയുന്നത് കേൾക്കുന്ന പറയുമ്പോൾ, എന്താ മോളെ നീ എന്തോ പറഞ്ഞത് പറ മോളെ എന്ന് പറയുമ്പോഴത്തേക്കും നന്ദൻ ആക്കി മോളെ വിളിക്കുമ്പോഴത്തേക്കും അവന്തിക്ക് നന്ദൻ്റെ കൈ പിടിച്ചിട്ട് പറയുവാണ്, നന്ദേട്ടാ ഞാൻ ഒന്നുമില്ലെങ്കിൽ ഒരു കുഞ്ഞിന് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയല്ലേ, അതും വെറും കുഞ്ഞല്ലേ, നമ്മുടെ രണ്ടുപേരെയും കൂടെ കുഞ്ഞല്ലേ, ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ മനസ്സിൻ്റെ വിഷമമൊക്കെ ഉണ്ട്. ഞാൻ ചെയ്ത തെറ്റോ അപരാധങ്ങളും കൊണ്ടാണ് ദൈവം എനിക്ക് ആ ശിക്ഷ തന്നെങ്കിൽ ആ ശിക്ഷയ്ക്കൊക്കെ സമസ്ത അപരാധം പറഞ്ഞ് അവിടുന്ന് ഏറ്റു പറയാൻ വേണ്ടി ദൈവനടയിൽ പോകാനാണ് എൻ്റെ താല്പര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, നിന്നെ പോലത്തെ ഒന്നും അവിടെ ആ ദൈവനടയിൽ കാലുകുത്തും ദൈവങ്ങൾക്ക് പോലും ഇഷ്ടമല്ല അവന്തിക്ക്. നിന്നെ പോലത്തെ ഒന്നിനും അവിടെയൊക്കെ വല്ല പാവങ്ങൾ അവരൊക്കെ വല്ല കാര്യങ്ങളും എല്ലാം നടത്താൻ വേണ്ടിയൊക്കെ പ്രാർത്ഥന നടത്തുന്നതായിരിക്കും. നിന്നെ പോലത്തെ ഒന്നും കാണുന്നത് ദൈവങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടത്തില്ല. പിന്നെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ ദുരവസ്ഥയെക്കുറിച്ചിട്ടുള്ള പ്രാർത്ഥനയാണെങ്കിൽ അത് നടത്തുക എന്ന ഒറ്റൊരു കാര്യത്തിന് വേണ്ടി ഞാൻ നിന്നെ വേണമെങ്കിൽ പറഞ്ഞിടാം. പക്ഷേ അത് മാത്രമേ നീ പ്രാർത്ഥിക്കാവുള്ളൂ, അല്ലാതെ ഇനി ഒരു കൊച്ചുണ്ടാവണേ എന്നുള്ള വ്യാമോഹങ്ങളും കൊണ്ട് നീ അവിടെ പ്രാർത്ഥനയ്ക്ക് പോലെ. അതിനി നന്ദൻ്റെ ഉറക്കത്തിനകത്തല്ല, നന്ദൻ ഇനി സ്വബോധം ഉണ്ടെങ്കിൽ സ്വബോധം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തെറ്റ് ഇനി സംഭവിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവന്തി ഒരു പുച്ഛഭാവത്തിൽ നോക്കുക, നീ ആണോടാ തീരുമാനിക്കുന്നുള്ള രീതിക്കകത്ത് അവന്തിക്ക് അവനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നന്ദൻ പറയുന്നുണ്ട്, പിന്നെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഒറ്റൊരു കാര്യത്തിൻ്റെ അവസ്ഥ കൊണ്ട് നീ അങ്ങോട്ടേക്ക് വേണമെങ്കിൽ പോയി
പ്രാർത്ഥിച്ചു. പിന്നെ ഒരു കാര്യം പറയാം, അവിടെ കിടന്ന് നീ എന്തോ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ പോകുന്ന ഈ കുടുംബത്തിലുള്ളവരെ വേഗം തീർത്ത് കിട്ടണേന്നോ, ഈ കുടുംബത്തിലുള്ളവരെ നശിച്ചു പോകണേന്നോ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ എത്രയും വേഗം എന്താണ് ഈ കുടുംബത്തിലുള്ളവരൊക്കെ കൊന്നു കളയണമെന്നോ അവന്തിക്ക് നീ പ്രാർത്ഥിക്കുന്നത്. ദൈവങ്ങൾക്ക് അതിനേക്കാളും വലിയ വലിയ പണിയുണ്ടേ. അവിടെ പാവങ്ങൾ വന്ന ഓരോ കാര്യത്തിൻ്റെ ഇടയ്ക്കകത്ത് പോയി നിൻ്റെ ഈ നശിച്ച മനസ്സും കൊണ്ട് അവിടെ പോയി നീ പ്രാർത്ഥിക്കാൻ നിൽക്കല്, ഒന്നും വലിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവന്തിക്ക് ഒരു പുച്ഛഭാവം കൊണ്ട് അവന്തിക്ക് നിൽക്കുവാണ്. അവന്തിക്ക് എന്താണ് ഇതൊന്നും മൈൻഡ് വയ്ക്കാതെ എന്തായാലും ഇയാളെ പറ്റിച്ചല്ലോ, ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള അവസരം കിട്ടിയല്ലോ, തൽക്കാലം ഒരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി മാത്രം നിനക്ക് തന്ന അവസരം. പിന്നെ ഒരു കാര്യം അവിടെ നിന്നേ, ഈ പോകുന്ന പോക്കിനകത്ത് ഇനി സ്ഥിരം ഇതുപോലെ ഈ കുഞ്ഞിൻ്റെ കാര്യം കുറേ നാൾ നീട്ടിക്കൊണ്ട് പോയി എന്നും കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ നീ വിചാരിക്കേണ്ട. ഇവിടെ നിന്ന് നിനക്കിനി പുറത്തിറങ്ങാൻ പറ്റത്തില്ല പറഞ്ഞാൽ ആ പറഞ്ഞ വിധി അത് തന്നെയാണ്, മനസ്സിലായല്ലോ. എന്നാൽ തൽക്കാലം നീ പോയിട്ട് വാ എന്ന് പറഞ്ഞ് നന്ദൻ്റെ കയ്യിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ട് അവന്തിക പോകാൻ നിൽക്കുന്നതാണ് ഇന്നത്തെ സീരിയലിൻ്റെ. അത് സന്തോഷമായി, കാരണം തനിക്ക് കബളിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള സന്തോഷമായി. അങ്ങനെ അതാണ് ഇന്നത്തെ സീരിയലിൻ്റെ ടോട്ടൽ എപ്പിസോഡ്. അപ്പോൾ എല്ലാവർക്കും റിവ്യൂ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്